എന്നോട് വിളിച്ച് പറയുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും അറിയിക്കായിരുന്നു. ഒന്നും കുഴപ്പമില്ല ദാസ്. കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടല്ലോ, അത് മതി. അല്ല, ഇന്ന് രജിസ്ട്രേഷൻ വച്ചിരിക്കുക. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് തന്നെ ചാവി വാങ്ങി സ്ഥാപനം ഞങ്ങൾ ഏറ്റെടുക്കും. നല്ല കാര്യം. ഇന്നെന്തായാലും നല്ല ദിവസാ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഭിവൃദ്ധി ഉണ്ടാക്കും. അതെ അതെ, ഞങ്ങള് ശരിക്കും പറഞ്ഞ ദിവസമൊന്നും നോക്കിയില്ല. യാദൃശികമായിട്ട് നല്ല ദിവസം തന്നെ വന്നത് ഒരു ശുഭലക്ഷണമാണല്ലോ അണ്ണാ. എന്തായാലും തുടക്കം പാടില്ല അല്ലേ? ഹേയ് ഇല്ല, ദൈവാധീനമുണ്ട്. തുടർന്ന് അങ്ങോട്ടും ദൈവകടാക്ഷം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. ഉദ്ഘാടനം നമുക്ക് എന്തായാലും ദിവസവും സമയവും രാഹുകാലവും ഒക്കെ നോക്കി അങ്ങ് തീരുമാനിക്കാം. അത് ഞാൻ അണ്ണനെ ഏൽപ്പിച്ചേക്കാം. ആയിക്കോട്ടെ. ഒരു 15 ദിവസത്തിനോട് കിട്ടുന്ന നല്ലൊരു സമയം അണ്ണൻ ഇന്ന് തന്നെ ജോലിസിനെ നോക്കി കണ്ടു വാങ്ങിക്കണേ. ആയിക്കോട്ടെ. അത് തീരുമാനിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് നടക്കുള്ളൂ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഉദ്ഘാടനം ചെറിയൊരു ചടങ്ങ് മാത്രം മതി എന്നാ എന്റെ അഭിപ്രായം. അതത്രേ ഉള്ളൂ. അണ്ണൻ വന്ന ഐശ്വര്യമായിട്ട് തിരുവോളത്തുന്നു. അത് മാത്രമാണ് നമ്മുടെ ഉദ്ഘാടനം. ഞാൻ മാത്രമല്ല ദാസ്, നമ്മൾ ഒരുമിച്ചാ ആ സ്ഥാപനത്തിൽ വിളക്ക് കൊളുത്താൻ പോകുന്നത്. അതിനായിരിക്കും കൂടുതൽ ഐശ്വര്യം. അണ്ണൻ അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. ഞാൻ അണ്ണന്റെ കൂടെ ഒപ്പം നിന്നോളം തരും. അതുപോലെ. ശരി. എന്നാ നിങ്ങളുടെ കാര്യം നടക്കട്ടെ. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് രഘുവിനോടൊന്ന് വിളിക്കാൻ പറ. ശരി, ഞാൻ പറയാം. വേണ്ട, പിന്നെ സംസാരിക്കാം. എന്നാ ഞാൻ വയ്ക്കോണ്ണ. ഓക്കെ. അവിടെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ നടക്കുന്നില്ലേ അച്ഛാ? പിന്നെ ദാസ് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ അതെന്ത് വില കൊടുത്തു അവൻ നടത്തിയിരിക്കും. പിന്നെ ഇതുവരെ അവൻ സാമ്പത്തികമായി കുറച്ച് ടൈറ്റ് ആയിരുന്നുകൊണ്ടാ രഘുവിനെ അവൻ സഹായിക്കാതിരുന്നത്. എന്നെ കാണുമ്പോഴൊക്കെ അവൻ പറയും, രഘുവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇപ്പൊ പെട്ടെന്ന് ദാസിന് ഇത്രയധികം കാശ് എവിടെന്നാ കിട്ടിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്പിളിയുടെ പ്രാർത്ഥന ദൈവം കേട്ടതാവും. കൂട്ടത്തിൽ രഘുവിന്റെ സമയവും കുറച്ചങ്ങോട്ട് നന്നായി. ഇനിയും വലിയ പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പോയാ മതി. ചിരു, ആദില് രഘുവേട്ടനെ അന്വേഷിച്ച് അവിടെ പോയിട്ടില്ലെന്നാ തോന്നുന്നല്ലേ? അവൻ അങ്ങനെയൊന്നും പോവില്ല ചേച്ചി. ഇനി പോയാലും രഘുവേട്ടൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളൂ. എന്നാലും ഒരു ടെൻഷൻ. എങ്ങനെയെങ്കിലും ആ ബിസിനസ് ഒന്ന് തുടങ്ങി കിട്ടിയാ മതി. എന്നാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. ദൈവമേ, ഇനി ഞങ്ങളെ കൈവിടല്ലേ, കൂടെ ഉണ്ടാവണേ. മോളെ, ചിരു, ദാ വരുന്നച്ചാ, ഞാൻ ചെല്ലട്ടെ. ഇന്നലെ ഭാനുമ്മ ഒന്ന് പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നീ സത്യേനെ അറിയിച്ചായിരുന്നോ പ്രതിഭ? ഇല്ല, അറിയിച്ച പ്രശ്നമാവെന്ന് സോന പറഞ്ഞായിരുന്നല്ലോ. അതെ, അത് വലിയ പ്രശ്നവും പ്രതിഭ. ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറഞ്ഞേ, പക്ഷെ ശ്യാമേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുക ചെയ്തേ. ശ്യാം പറഞ്ഞാലും കാര്യമുണ്ട് സോനെ. അമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഒളിപ്പിച്ച അമ്മ ഇതൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അമ്മയോട് സോന സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്തെങ്കിലും സംസാരിച്ചോ? ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചു പ്രതിഭ. ഇനി സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാ? അമ്മ ഈ പോക്ക് പോയാ ഞങ്ങളും മക്കളാരും കൂടെ ഉണ്ടാവില്ല എന്ന് വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ അമ്മ ശ്രദ്ധയോടെ കേട്ടു. ഇനി അമ്മ കൈവിട്ട കളിക്കൊന്നും നിക്കില്ലെന്ന എന്റെ പ്രതീക്ഷ. പക്ഷേ അനുചേച്ചിയെ ഇന്ദ്രേട്ടനെ ഒഴിവാക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് അമ്മ ഇതുവരെ പിന്മാറിയില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കാൻ ഇന്ദ്രേട്ടനെ കൊണ്ട് അമ്മ പോയില്ലേ? അത് പിന്നെ ഇന്ദ്രേട്ടൻ അമ്മയെ അനുസരിക്കാൻ തയ്യാറായി നിന്നാ പിന്നെ എന്ത് ചെയ്യും? അത് അമ്മയും മോനും തമ്മിലുള്ള പ്രശ്നമായിട്ട് നീ കണ്ടാ മതി. അത് അവര് തമ്മിൽ തീർത്തോളും.
ഏട്ടൻ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല ശ്യാം. ഭാര്യ ഒഴിവാക്കണമെന്ന് അമ്പലത്തിൽ പോയി സത്യം ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് ഏത് നൂറ്റാണ്ടിലെ ഏർപ്പാടാ? അതനുസരിക്കാൻ ഏട്ടനും. അത് ഇന്ദിരേട്ടൻ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയാ അതിന് സമ്മതിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതൊക്കെ എനിക്കും അറിയാം ശ്യാം. അല്ലാതെ ഇന്ദിരേട്ടൻ ഒരിക്കലും ഏട്ടത്തെയും മോനെയും മനസ്സിൽ നിന്ന് പറിച്ചു തരാനൊന്നും പറ്റത്തില്ല. എന്നാലും അമ്മയോട് ഇത്രയ്ക്ക് വിധേയത്വം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ആ കാര്യത്തിൽ ഇപ്പൊ ആരും മോശമൊന്നുമില്ല. ഒരു കാലത്ത് അമ്മയെ ശക്തമായിട്ട് തന്നെ വിമർശിച്ചുകൊണ്ടിരുന്ന സത്യൻ എന്താ ചെയ്യുന്നേ? അമ്മയെ പിണക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാനല്ലേ ആലോചിക്കുന്നേ. സോനയും അതെ. പിന്നെ ഇന്ദിരേട്ടൻ അമ്മയെ അനുസരിക്കുന്നതിൽ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? അമ്പലത്തിൽ വെച്ച് ഇന്ദിരേട്ടൻ അമ്മയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തു എന്നറിഞ്ഞാൽ അനുചേച്ചി എന്തുമാത്രം വേദനിക്കുന്നെന്ന് ആലോചിച്ച് നോക്കും. അതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എന്താ ശ്യാമേട്ടാ? ഇന്ദ്രേട്ടനല്ലേ ആലോചിക്കേണ്ടത്. പിന്നെ ഇന്ദ്രേട്ടനും ഏട്ടത്തെയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അപ്പോ അവര് തമ്മി ഡിവോഴ്സ് ആവുന്ന തന്നെയാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല. ഇന്ദിരേട്ടനും ഏടത്തിക്കും തമ്മിൽ പിരിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ടാണോ ഏട്ടൻ അമ്മയോടൊപ്പം സത്യം ചെയ്യാൻ പോയത്? ആ, അത് ഇന്ദിരേട്ടൻ അമ്മയ്ക്ക് മാത്രമായിട്ട് കൊടുത്ത വാക്കല്ലേ. കോടതിയിൽ കിടക്കുന്ന ഡിവോഴ്സ് കേസ് എവിടെയും എത്തില്ലെന്ന് അമ്മയ്ക്ക് പോലും അറിയാം. അതാ അമ്മ ഇങ്ങനെ ഓരോ അടവ് നയങ്ങളൊക്കെ പുറത്തെടുക്കുന്നത്. അമ്മയെ തൽക്കാലത്തേക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യാം. ഏടത്തേക്ക് കുറച്ചു നാളത്തേക്ക് അമ്മയെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവത്തില്ല. അത് അനുചേച്ചി ഇക്കാര്യം അറിയുന്നത് വരെ ഉണ്ടാവും സത്യ. താമസിയാതെ അമ്മ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്യും. അപ്പോഴായിരിക്കും കളി മാറാൻ പോകുന്നത്. എന്റെ മോന് നല്ല ബുദ്ധി കൊടുക്കണേ. അനുവിനെ അവന്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കണേ. ഇന്ദ്ര, എന്റെ തലയിൽ കൈവച്ച് നീ സത്യം ചെയ്യേ. അമ്മേ, ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട്. തലയിൽ കൈവച്ച് സത്യം ചെയ്യാതൊന്നും ശരിയാവില്ല. ഞാനിവിടെ വെച്ച് വാക്ക് തന്നാ പോരെ? ശരി. ദേവി നടയിൽ വെച്ച നീ വാക്ക് തരുന്നെന്ന് ഓർമ്മ വേണം. ഇനി ഈ വാക്ക് ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. ശരി, സമ്മതിച്ചു. എങ്കിൽ സത്യം ചെയ്യേ.